ആശ്വാസവും പ്രോത്സാഹനവും ആത്മീയ ഉൾക്കാഴ്ചയും നൽകുന്ന ഒരു സന്ദേശം. ജീവിതത്തിൻ്റെ അർത്ഥം, ഉദ്ദേശം, പൂർത്തീകരണം എന്നിവ നാം എപ്പോഴും തികഞ്ഞതായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. നമ്മുടെ ജീവിതത്തിലെ ശൂന്യതകളെ താൽക്കാലിക ആനന്ദങ്ങളോ നേട്ടങ്ങളോ കൊണ്ട് നികത്താൻ ശ്രമിച്ചെന്നും വരാം. പക്ഷേ യഥാർത്ഥത്തിൽ എന്തെങ്കിലും മൂല്യം നമ്മിൽ വർദ്ധിക്കുന്നുണ്ടോ? നമ്മിലുള്ള ആഴമേറിയ ആഗ്രഹങ്ങൾ പ്രാപിപ്പാൻ ബൈബിൾ എന്തു പറയുന്നു നമുക്ക് നോക്കാം. ഇനി ദ്രവത്വത്തിലേക്ക് തിരിയാതെ വേണം ദൈവം യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചതിനെക്കുറിച്ച് ദാവീദിൻ്റെ സ്ഥിരമായുള്ള വിശുദ്ധ കൃപകളെ ഞാൻ നിങ്ങൾക്ക് നൽകും എന്ന് പറഞ്ഞിരിക്കുന്നു. ദൈവം നൽകുന്ന വാഗ്ദത്തം ഈ ജീവിതത്തിൽ മാത്രമല്ല, അത് പ്രധാനമായും നിത്യതയ്ക്കായിട്ടാണെന്നും ഈ വാക്യം നമ്മെ ഓർമ്മിക്കുന്നു. യേശു ക്രിസ്തുവിൽ നമ്മുടെ നിത്യത അല്ലെങ്കിൽ നിത്യജീവൻ നൽകപ്പെട്ടിരിക്കുന്നു. അതിനർത്ഥം ഈ ജീവിതത്തിലെ പരിമിതികളും പ്രതികൂലങ്ങളും നമ്മളെ ബാധിക്കുകയില്ല എന്നല്ല, മറിച്ച് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പൂർണ്ണത ഈ കഷ്ടതയുടെ നടുവിലും നമുക്ക് എപ്പോഴും അനുഭവിക്കുവാൻ കഴിയുമെന്നാണ്. ഈ വാഗ്ദത്തം നമ്മുടെ സ്വന്തം പരിശ്രമത്തിൽ കൂടി നേടുവാൻ കഴിയുന്ന ഒന്നല്ല, മറിച്ച് യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിലൂടെയും മരണത്തിലൂടെയും ഉയർപ്പിലൂടെയും നമുക്ക് സാധ്യമായതും ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിച്ച ദാനവുമാണ്. വിശ്വാസത്താൽ ഈ ദാനം നമുക്ക് ലഭിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നമ്മിൽ രൂപാന്തരം സംഭവിക്കുകയും നാം ദൈവത്തിൻ്റെ മക്കളാകുകയും ചെയ്യുന്നു. ക്രിസ്തുവിലൂടെ ഈ വാഗ്ദത്തങ്ങൾ നിറവേറ്റപ്പെടുകയും നാം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളിൽ പങ്കാളികളാകുകയും ചെയ്യും. യേശു ക്രിസ്തുവിലൂടെ നിത്യജീവൻ നമുക്ക് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയിൽ നമുക്ക് ഉറപ്പും വിശ്വാസവും ഉണ്ടായിരിക്കണം. നിശ്ചയമല്ലാത്ത ഭാവിയും വെല്ലുവിളികൾക്കുമിടയിൽ പോലും നമുക്ക് ദൈവത്തിൻ്റെ നന്മയിലും കരുതലുകളിലും ആശ്രയിപ്പാൻ കഴിയും. നമ്മുടെ ജീവിതത്തിന് പൂർണ്ണമായ അർത്ഥമുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് നമുക്ക് പ്രതീക്ഷയോടും ഉദ്ദേശശുദ്ധിയോടും കൂടി ജീവിക്കുവാൻ കഴിയും. ദുഷ്കരമായിരിക്കുന്ന സാഹചര്യങ്ങൾക്കിടയിലും നമുക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയണം. ഗോഡ് ബ്ലസ് യു.